ഹായ്, സ്പോക്കൺ ഹിന്ദിയുടെ മൂന്നാമത്തെ ക്ലാസ്. നമ്മളെന്താണ് ഇന്നത്തെ മൂന്നാമത്തെ ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ 2 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ക്യാ കബ് കേസെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ കുറച്ച് വേർഡ്സ്, അതിൻ്റെ കൂടെ സെൻറ്റൻസുകൾ. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ വേർഡ് ആജിക്കൽ. ആജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഈ കുറച്ച് ദിവസങ്ങളിൽ ആജിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങളിൽ. ഓക്കെ, ആജ്കൽ വോ ചുട്ടി പർ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ലീവിലായില്ല, അങ്ങനെ പറയും ആജ്കൽ വോ ചുട്ടി പർ ഹേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ ലീവിലാണ്. ടീക്ക് ബൈ ആജ്കൽ ക്യാ ചൽ റഹാ ഹേ എന്ന് വെച്ചാൽ എന്താണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്തുണ്ട് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ ചോദിക്കും നമ്മൾ. ആജ്കൽ ക്യാ ചൽ റഹാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്തുണ്ട്, സുഖം തന്നെയല്ലേ? കുറച്ച് നാളായിട്ട് എങ്ങനെയുണ്ട്, എല്ലാം ഹോട്ടലിൽ ഉഷാറല്ലേ അങ്ങനെ ചോദിക്കും നമ്മൾ. ആജ്കൽ ക്യാ ചൽ റഹാ ഹേ. ആജ്കൽ എന്ന് പറഞ്ഞാൽ നൗ എ ഡേയ്സ് എന്നാണ് നമ്മളെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആജ്കൽ എന്ന് പറഞ്ഞാൽ നൗ എ ഡേയ്സ്. ഓക്കെ, ആജ്കൽ ക്യാ ചൽ റഹാ ഹേ എന്ന് പറഞ്ഞാൽ ബൈ എന്തുണ്ട്, ഇപ്പം കുറച്ച് ദിവസമായിട്ട് എങ്ങനെയുണ്ട്, എല്ലാം ഉഷാറല്ലേ അങ്ങനെ നമ്മൾ ചോദിക്കും. ആജ്കൽ क्या चल रहा है. ठीक है, आजकल वो मुझसे बात नहीं करता. എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ എന്നോട് മിണ്ടലില്ല എങ്ങനെ പറയും? ആജ്കൽ വോ മുझसे ബാത്ത് നെഹി കർത്ത എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ എന്നോട് മിണ്ടാറില്ല എന്ന് പറയും. ആജ്കൽ വോ മുझसे ബാത്ത് നെഹി കർത്ത. ഒരു സ്ത്രീ എന്നോട് മിണ്ടുന്നില്ല, നമ്മളെങ്ങനെ പറയും? ആജ്കൽ വോ മുझसे ബാത്ത് നെഹി കർത്തി. ആരെക്കുറിച്ചാണ് പറയുന്നത്? അവളെ കുറിച്ചല്ലേ. അപ്പം ആജ്കൽ വേ ഈ കുറച്ച് ദിവസമായിട്ട് വഹ് അവള് മുജ്സെ എന്നോട്, മുജ്സെ എന്ന് പറഞ്ഞാൽ എന്നോട്, ബാത്ത് നെഹി കർത്തി എന്ന് പറഞ്ഞാൽ എന്നോട് മിണ്ടാറില്ല. ടീക്കെ, ആജ്കൽ വേ മുജ്സെ ബാത്ത് നെഹി കർത്തി എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ദിവസമായിട്ട് അവൾ എന്നോട് മിണ്ടാറില്ല എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. പെഹലെ സെ ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുമ്പ് തൊട്ടേ. ടീക്കെ, അല്ലെങ്കിൽ ഓൾറെഡി എന്നാണ് അർത്ഥം. മുമ്പ് തൊട്ടേ അല്ലെങ്കിൽ ഓൾറെഡി. ടീക്കെ, അപ്പം എന്താ പറയുന്നുണ്ട്? പെഹലെ സെ ഹി ऐसा था. അവൻ മുമ്പേ അങ്ങനെയായിരുന്നു. വഹ് പെഹലെ സെ ഹി ऐसा था എന്ന് പറഞ്ഞാൽ അവൻ മുമ്പേ അങ്ങനെയായിരുന്നു. വഹ് പെഹലെ സെ ഹി എന്ന് പറഞ്ഞാൽ മുമ്പ്. ടീക്കെ, മുമ്പ് അല്ലെങ്കിൽ ഓൾറെഡി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടീക്കെ, വഹ് പെഹലെ സെ ഹി ऐसा था എന്നാൽ അവൻ മുമ്പേ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ പെഹലെ സെ ഹി ऐसी थी എന്ന് പറഞ്ഞാൽ അവൾ മുമ്പേ അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ പെഹലെ സെ ഹി എന്ന് പറഞ്ഞാൽ മുമ്പേ അല്ലെങ്കിൽ ഓൾറെഡി എന്നാണ് അർത്ഥം. ടീക്കെ, വഹ് പെഹലെ സെ ഹി ऐसा था എന്ന് പറഞ്ഞാൽ അവൻ മുമ്പേ അങ്ങനെയായിരുന്നു. ടീക്കെ, വഹ് പെഹലെ സെ ഹി ऐसी थी എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ തന്നെ ആയിരുന്നു. മുമ്പേ അവൾ അങ്ങനെ ആ ഒരു മാതിരി അങ്ങനത്തെ സ്വഭാവമാണ്. ടീക്കെ, പെഹലെ സെ ഉസ്കോ പത്താത്ത എന്ന് പറഞ്ഞാൽ അവന് അത് മുമ്പേ അറിയായിരുന്നു. പെഹലെ സെ ഹി ഉസ്കോ വോ ചീസ് ആ കാര്യം, ചീസ് എന്ന് പറഞ്ഞാൽ കാര്യം. ടീക്കെ, അപ്പോൾ പെഹലെ സെ ഹി ഉസ്കോ വോ ചീസ് പത്താത്ത എന്ന് പറഞ്ഞാൽ അവന് മുമ്പേ ആ കാര്യം അറിയായിരുന്നു. ടീക്കെ, പെഹലെ സെ ഹി വോ ചീസ് ഉസ്കോ പത്താത്ത എന്ന് പറഞ്ഞാൽ ആ കാര്യം മുമ്പേ അവന് അറിയായിരുന്നു. ടീക്കെ, പെഹലെ സെ ഹി വേ മനാക്കിയ എന്ന് പറഞ്ഞാൽ പെഹലെ സെ ഹി ബൈ വോ മനാ കർ ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് മുമ്പേ അത് എന്താ പറയുന്നുണ്ട്, നോ പറഞ്ഞിനി. മനാ കർലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ പറയുക എന്നാണ്. ഓക്കെ, അപ്പം എന്തായി? പെഹലെ സെ ഹി വോ മനാ കർ ലിയ താ എന്ന് പറഞ്ഞാൽ അവനത് മുമ്പേ നോ പറഞ്ഞു. പെഹലെ സെ ഹി വോ മനാ കർ ലിയ താ. ടീക്ക്, ഫിർസെ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ് അർത്ഥം. ഫിർസെ ബൈ വീണ്ടും, വീണ്ടും. ടീക്കെ, ഫിർസെ വീണ്ടും. ടീക്കെ, ഫിർസെ വോ ആ ഗയ വീണ്ടും അവൻ വന്നു. ഫിർസെ വഹ് ആ ഗയ എന്ന് പറഞ്ഞാൽ വീണ്ടും അവൻ വന്നു. ഫിർസെ നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലേ. ഫിർസെ വീണ്ടും എന്നാണ് അർത്ഥം. പിന്നെ അല്ലെങ്കിൽ വീണ്ടും എന്ന് പറയാം. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാണ്. അപ്പം ഫിർസെ എന്ന് പറഞ്ഞാൽ എന്തായി? വീണ്ടും. ഫിർസെ വഹ് ആ ഗയ. ടീക്കെ, അതിൻ്റെ അർത്ഥം ഭായി ഫിർസെ വോ ആ ഗയ. ഫിർസെ ശുरू करो
ഫിർസെ ശുരു കറോ എന്ന് പറഞ്ഞാൽ വീണ്ടും തുടങ്ങൂ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഫിർസെ ശുരു കരോ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഫിർസെ ശുരു കരോ, ഫിർസെ വീണ്ടും, ശുരു കർണ തുടങ്ങുക. ടീക്ക്. ഫിർസെ ക്യോ ആയ, ഫിർസെ ക്യോ ആയ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ വീണ്ടും എന്തിനാ വന്നിനി അങ്ങനെ ചോദിക്കും. ഫിർസെ ക്യോ ആയ തും, ഫിർസെ ക്യോ ആയ ബൈ ബതാ, ഫിർസെ ക്യോ ആയ, മെനെ മനാ കിയാ താ നാ, ഫിർസെ ക്യോ ആയ എന്ന് പറഞ്ഞാൽ ഞാൻ നോ പറഞ്ഞല്ലേ, നീ വരണ്ടെന്ന് പറഞ്ഞല്ലേ. ഫിർസെ ക്യോ ആയ, ഫിർസെ വീണ്ടും, പിന്നീടും വേറെ, പിന്നെന്തിനാന്ന് വേറെ വന്നത്. ടീക്ക്. അടുത്ത നമുക്ക് നോക്കാം സബ് കുച്ച്. സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം അല്ലേ. സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം. ടീക്ക്. സബ് കുച്ച് ബതാओ, മുझे സബ് കുച്ച് ബതാओ എന്ന് പറഞ്ഞാൽ എന്നോട് എല്ലാം പറയും. മുझे സബ് കുച്ച്, മുझे സബ് കുച്ച് സച്ച് ബതാओ, എന്നോടെല്ലാം സത്യം പറയൂ. ടീക്കെ. മുझे സബ് കുച്ച് സച്ച് ബതാओ എന്ന് പറഞ്ഞാൽ എന്നോട് എല്ലാം തുറന്ന് പറയുന്നതാണ് അല്ലേ. മുझे സബ് കുച്ച് സച്ച് സച്ച് ബതാओ, സത്യം സത്യം പോലെ പറ. എങ്ങനെ പറയും? മുझे ഭായി സബ് കുച്ച് സച്ച് സച്ച് ബതാओ, എന്നോട് എല്ലാം സത്യം തുറന്ന് പറ എന്നെങ്ങനെ പറയും? മുझे സബ് കുച്ച് സച്ച് സച്ച് ബതാओ. അപ്പോൾ സച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് കുച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം, എല്ലാം എന്നാണ്. ടീക്കെ. സബ് കുച്ച് ഖരാബ് കർ ലിയ, സബ് കുച്ച് ഖരാബ് കർ ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നീ നശിപ്പിച്ചു. ഖരാബ് കർണ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്ന് പറയാം, മോശമാക്കി എന്ന് പറയാം. അപ്പം സബ് കുച്ച് ഖരാബ് കർ ലിയ, സബ് കുച്ച് ഖരാബ് കർ ലിയ എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിച്ചു. ഓക്കെ, എല്ലാം കളഞ്ഞു, എല്ലാം മോശമാക്കി. അപ്പോൾ സബ് കുച്ച് ഖരാബ് കർ ലിയ, ഭായി തൂനെ സബ് കുച്ച് ഖരാബ് കർ ലിയ. ठीक है, सब कुछ खराब कर लिया. ठीक है, सब कुछ ठीक है. सब कुछ ठीक है എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആണ് എന്നാണ്. ठीक है, सब कुछ ठीक है എന്ന് പറഞ്ഞാൽ എല്ലാം ठीक है भाई, मेरा सब कुछ ठीक चल रहा है, कोई दिक्कत नहीं है. ठीक है, सब कुछ ठीक चल रहा है भाई, मेरा सब कुछ ठीक चल रहा है. അതുകൊണ്ടാണ് എൻ്റെ എല്ലാം ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 4-5 വേർഡ്സ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ പറയേണ്ടത്, നമുക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.